ഇനി നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഉഴുന്നും ഒന്നും ചേർക്കാതെ ഇതുപോലെ എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം ഒന്നും മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാവ് പുളിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. മാവ് റെഡിയാക്കി ഉടനെ തന്നെ ചുട്ടെടുത്തിട്ടുള്ള ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് മട്ടരിയുടെ ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓരോ പൊടിക്കനുസരിച്ചിട്ടും അളവിലൊക്കെ ചെറിയ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എത്രയാണ് വെള്ളം എടുത്തത് എന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൊടി മാത്രമായിട്ട് ഇങ്ങനെ അടിയിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഇപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ആക്കി ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്കൊരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഞാനിതാ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശത്തവയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. ഈ ഒരു ചട്ടിയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഓയിലൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ ഓയിൽ വേണം കേട്ടോ, ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡൊക്കെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും കുക്കായിട്ട് കിട്ടും. പിന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചാൽ അടിഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. മൊരിഞ്ഞ ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ അതുപോലെ നെയ്യോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് തന്നെ ചൂട് കൂടി പോകും കേട്ടോ. ചൂട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. ദോശമാവ് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് വെള്ളം അങ്ങോട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പാകവും. എന്നിട്ട് ആ ഒരു വെള്ളം വറ്റുന്നതോടുകൂടെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തവിയുമ്പോൾ ഇങ്ങനെ മാവ് പറ്റി പിടിച്ച് പോരും കേട്ടോ. ചൂട് കൂടി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയിലൊക്കെ ദോശ ചുടുമ്പോൾ എന്തായാലും ചൂട് കൂടിയാൽ നമുക്കത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്